അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർക്കാൻ സുപ്രീം കോടതി വിധിയുടെ പേരിൽ ബിന്ദുവിനെയും അമ്മിണിയെയും കയറ്റാൻ ശ്രമിച്ച ആളുകൾ, അന്ന് അയ്യപ്പൻ്റെ വിശ്വാസികളുടെ വികാരം വെളിപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ, ആ ആളുകളാണ് ഇന്നൊരു പാട്ടിൻ്റെ പേരിൽ കോലാഹലം സൃഷ്ടിക്കുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ഈ പാട്ട് ജനങ്ങളുടെ ചുണ്ടുകളിലേക്ക് എത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായി. അപ്പോൾ ഒരു ഭീമമായ പരാജയം അവരെ കാത്തിരിക്കുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ കേസെടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറാണെങ്കിൽ ഞങ്ങളടക്കം കേരളത്തിലെ ഈശ്വര വിശ്വാസികളെ മുഴുവൻ അകത്താക്കേണ്ടി വരും. നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗവൺമെൻറ് കയ്യിൽ നിന്ന് അറസ്റ്റ് വാങ്ങിച്ച് ഞങ്ങൾക്ക് അകത്തു പോകാൻ യാതൊരു മടിയുമില്ല. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ചു വരട്ടണ്ട. മാത്രമല്ല, ഈ ഹിന്ദു വർഗീയത, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുന്ന BJP-ക്കാർ പോലും പറയാൻ അറക്കുന്ന വെറുക്കുന്ന വാക്കുകളാണ് ഇനി ഗാനത്തിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുന്നു ഗവൺമെൻറ് തീരുമാനം, പാർട്ടിയുടെ തീരുമാനം. ഇനി ഞങ്ങളുടെ ചുണ്ടിൽ ഈ ഒരു ഗാനം ഈ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങൾ ആലപിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തെ പാർട്ടി തള്ളിപ്പറയുന്നു, ആ പാർട്ടി പുറത്താക്കുന്നു. അതുവരെ ഞങ്ങൾ ഈ ഗാനം ആലപിച്ചുകൊണ്ടേയിരിക്കും. യാതൊരു തർക്കവും ഇല്ല.